ഈ നോമ്പായ പിന്നെ ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ടുള്ള ഓരോ സ്നാക്സ് തന്നെ ആയിരിക്കുംല്ലേ. എന്നാ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്കൊന്ന് ഫിഷ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിന്റെ ഫില്ലിങ്ങിന് ഒരു വെറൈറ്റി ഫില്ലിങ് തന്നെ ആയിട്ട് ഇത്. അപ്പൊ ഞാനിപ്പോ നല്ല ഫ്രഷ് ആയിട്ടുള്ള 3 അയില കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്യാന്നിട്ട് വിചാരിച്ചത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് ട്ടോ. അപ്പൊ ഇതാ ഞാനിപ്പോ 3 അയില ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞള്, മുളക് പൊടി അത്രയും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരില്ലേ, ഒരു അര ടീസ്പൂൺ അല്ലെ ഒരു ടീസ്പൂൺ അത്രയും മതിയാവും ട്ടോ. അതൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് കൂടി പോരുത് ട്ടോ, വളരെ കുറച്ച് മതി. ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ട്ടോ അത്ര എടുത്തത്. ഇനിയിപ്പോ ഇതാ നമുക്ക് ഇത് നല്ലപോലെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിലായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഓയിൽ യൂസ് ആക്കണ്ട, വെളിച്ചെണ്ണ ആകുമ്പോൾ അതിന്റെ പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് നല്ലപോലെ പാൻ ചൂടായി വന്നപ്പോ നമുക്ക് ഇതൊന്ന് ഓരോന്നോരോന്ന് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോ ഇത് ഇതിന്റെ ഒരു മാവില്ലേ, അതൊന്ന് കുഴച്ചാടെ വെക്കുക, അപ്പോഴത്തേക്ക് ഒന്ന് റെഡി ആവുമല്ലോ. അതിനിപ്പോ ഒരു ബൗളിലേക്ക് ഞാനിപ്പോ കുറച്ചധികം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടിയില്ലേ, ആമീസിന്റെ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തത്. പത്തിരിപ്പൊടി, ഒറോട്ടിപ്പൊടി അതൊക്കെ മതിയാവും ട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോ പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് മിക്സ് ആക്കിയാലും മതി ട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസായി പോവരുത്, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല കേട്ടോ. ഈ മാവ് കുഴക്കുന്ന എല്ലാവർക്കും അറിയണ്ടാവും, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ കുഴച്ചിട്ട് അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഫില്ലിങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സ്നാക്സ് ഇല്ലേ, ഞാൻ വിചാരിച്ച് ഇത്രയും ടേസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വയറ് നല്ലപോലെ ഫില്ലാവും ചെയ്യും, ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ. നല്ല മീനിന്റെ നല്ല ഫ്ലേവറും അതിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഫിഷ് നല്ലപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഇപ്പം നമ്മൾ കുഴച്ച് വെച്ച പൊടിയില്ലേ, അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഒരു 2 ഉള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ടിട്ടുണ്ടേനും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇത് പെട്ടെന്ന് വഴന്ന് വരും. അപ്പൊ ഇതാ ഉള്ളി ഞാൻ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ, ചെറിയ സ്പൂണില്ല, അത്രയും മതിയാവും കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരുപാട് പൗഡേഴ്സ് ഒന്നും വേണ്ട, കാരണം എന്ന് വെച്ചാൽ നമ്മള് മീൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഇത് ഉള്ളി ഇട്ട് കൊടുത്തത്. അപ്പൊ പിന്നെ ഒരുപാട് മസാല വേണ്ട. ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് നിങ്ങൾ കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. എരിവ് കറക്റ്റ് അപ്പോൾ എരിവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് അതിന്റെ പച്ചച്ചുവ മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീനില്ലേ, ഇതേപോലെ ആ മുള്ളൊക്കെ മാറ്റിയിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എന്താ പറയാ, ഒന്ന് ഇതേപോലെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, മീനല്ലേ പെട്ടെന്ന് നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ആക്കാൻ പറ്റും. എന്നിട്ട് മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് വേണ്ടത് ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ, സ്വതവേ നമ്മൾ ഇങ്ങനത്തെ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഉള്ളിയും ജീരകവും അങ്ങനെയൊക്കെ ചേർക്കൂലേ, ഞാനിപ്പോ തേങ്ങ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്താൽ നമ്മളെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാനിതാ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, അതിങ്ങ് എടുക്കുക കേട്ടോ. എന്നതിന് ശേഷം വന്ന് ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ചെറിയ ബോൾസ് ആക്കി കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ തന്നെ കുറച്ച് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈമേൽ ആദ്യം വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം.
എന്നിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് മതി കേട്ടോ, ഒരുപാട് വലുപ്പത്തിൽ എടുക്കണ്ട, ചെറുതായിട്ട് മതി. നമ്മളെ അപ്പം വിരലില്ലേ, അത് വെച്ചിട്ട് ഇതേപോലെ ഒരു ഒരു ബാസ്ക്കറ്റ് പോലെ, ഒരു കൊട്ട പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇതേപോലെ ഒരു കുഴി പോലെ ആക്കി എടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ സ്പൂണിൽ മതിയാകും, ഒരുപാടൊന്നും വേണ്ടി വരൂല കേട്ടോ. അപ്പൊ ഇതാ ഞാൻ മസാല അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേവിക്കുമ്പോൾ പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്കാക്കി കിട്ടും കേട്ടോ ഇത്. അപ്പൊ ഇത് ഇതേപോലെ ഉണ്ടാകും. ബാക്കിയുള്ള മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നല്ല രസമില്ല ഇപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ബാക്കിയുള്ളത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഒരു 10 to 20 മിനിറ്റ് അത്രയും മതിയാകും കേട്ടോ, ഒരുപാട് സമയമൊന്നും വേണ്ട. 20 അല്ലെ ഒരു 15 മിനിറ്റ്, അത്രയും സമയം കൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അധികം കട്ടിക്ക് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇതാ ഞാൻ സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം നല്ല പോലെ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ആണ്. നോമ്പ് തുറക്കുന്ന സമയം എണ്ണയിൽ ഒന്നും ഫ്രൈ ചെയ്യേണ്ട, ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെടും.